കുട്ടമ്പുഴ ഉരുളന്തണിയിൽ എൽദോസ് വർഗീസിനെ ആന ചവിട്ടിക്കുന്ന സ്ഥലത്ത് നിന്ന് അധികം ദൂരെയല്ല പിണവൂർകുടി. കാട്ടാനകളെ പേടിച്ച് ഓരോ ദിവസവും ഇരുട്ടി വെളുപ്പിച്ചെടുക്കുന്ന നാടും കുറെ സാധാരണക്കാരുമാണ് അവിടെയുള്ളത്. 1 വർഷം മുൻപാണ് പിണവൂർകുടിയിലെ സന്തോഷിനെ കാട്ടാനക്കൂട്ടം കൊന്ന് പൂശയിൽ ചവിട്ടി താഴ്ത്തിയത്. അന്ന് വനം വകുപ്പ് നൽകിയ വാഗ്ദാനങ്ങൾ എവിടെയെന്ന് ചോദിക്കുകയാണ് പിണവൂർകുടിക്കാർ. ആന വരുമ്പോൾ ഓടിക്കയറുന്ന പാലമാണ് ഇത്. ഓടിക്കയറി ഈ പാലത്തിൽ ആന കയറില്ല. ചെറിയ പാലമായതിൻ്റെ കൈവരിയില്ലല്ലോ. ആനക്ക് പേടിയാണ്. ആനയെ കണ്ട് ഓടണം. അതൊക്കെ ഇതാണ് ചെരുപ്പ് എടുക്കുന്നത്. ഒരുപാട് ആനയുണ്ട് ഇവിടെ. കൂട്ടമായിട്ടാണോ? ഞാൻ 20 എണ്ണം ഒന്നിച്ചാ വന്നത്. ഇത് ഇന്നലെ വന്ന് കയറിയതാ. ഇതുണ്ടോ? ഈ സന്തോഷം എവിടെ നിന്നാണ് ഓടി രക്ഷപ്പെട്ടത്? ഓടി രക്ഷപ്പെട്ടല്ല, അവൻ ഇവിടെ നിൽക്കുകയായിരുന്നു. ആന മേളിൽ കൂടെ വന്നിട്ട് ഇതിലെ ചാടി ഇറങ്ങിയ. ഇവിടുന്ന് ഇവൻ മുങ്ങി എഴുന്നേറ്റപ്പോഴാണ് ഈ ആന കാണാൻ. ഓടാൻ പറ്റിയില്ല അവന്. ഓടാൻ പറ്റാതെ കാരണം ഇവനെ ഇവിടുന്ന് പിടിച്ചിട്ട് വലിച്ചെറിഞ്ഞിട്ട് അവിടെ ചെന്നു. അവിടെ ഇട്ട് ചവിട്ടി ആ ചെളിയിലേക്ക് താത്തി വെച്ചു. അവിടെ ഇട്ടാ കൊല്ലണേ സന്തോഷനെ. അപ്പോൾ ഭയങ്കര ഭീകരതാമസമാണ് അവിടെ. വൈകുന്നേരം ഒരു 6-7 മണി പിന്നെ ഈ ഭാഗത്തേക്കൊന്നും വരാൻ പറ്റത്തില്ല. ചേട്ടന് മൊബൈലിലെടുത്തൊരു വീഡിയോ കണ്ട്. ആ വീഡിയോയിൽ ആന ഇറങ്ങി വരുന്ന അവിടെ നിന്നാണോ? അവിടുന്ന് ഇതാ മേളിൽ നിന്ന്. ഇതുണ്ടോ? ഇതാണ് ആന വന്ന ഭാഗം. ഇതാണ് സന്തോഷിന്റെ മരണത്തിന് ശേഷം ഇവിടെയെല്ലാം ഫെൻസിങ് ഇടും, സുരക്ഷ ഉറപ്പാക്കും എന്നൊക്കെയായിരുന്നു വനം വകുപ്പ് പറഞ്ഞിരുന്നത്. എന്തെങ്കിലും ഇവിടെ നടന്നു? ഇല്ല, ഒന്നും നടന്നിട്ടില്ല ഇവിടെ. ഏത് ഭാഗത്ത് നിന്ന് ആന ഇറങ്ങി വരുന്നത്? പാത്തിപ്പാറ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെയാണ് ആന മൊത്തം നിൽക്കുന്നത്. അവിടെ നിന്നാണ് വൈകുന്നേരം ആകുമ്പോൾ എല്ലാ ആനയും ഇങ്ങോട്ട് പാസ് ചെയ്യണം. ഇങ്ങോട്ട് വന്ന് കയറുക, പറമ്പിൽ കയറി മൊത്തം നശിപ്പിക്കുക. ഇതല്ലേ അവരുടെ തെങ്ങ് മൊത്തം നശിപ്പിച്ചു. അമ്മച്ചോടി ചോദിച്ചാൽ കറക്റ്റ് കാര്യം ഒന്നും. അങ്ങോട്ട് കയറി നോക്ക്, ഞങ്ങളുടെ മിറ്റം വരെ നിങ്ങൾ കയറി നോക്ക് എന്നതാ ഉള്ളതെന്ന്. ആന ശല്യം ഉണ്ടോ? ഞങ്ങൾ മാത്രം ഇങ്ങനെ ജീവിച്ചിരിപ്പുണ്ട്. അത് ഒളിച്ചും പാത്തും പേടിച്ചും. ഇന്നലെ ഒരു 50 എണ്ണം ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞു. അവിടം വരെ നോക്ക്, നിങ്ങൾ അങ്ങോട്ട് കയറി നോക്കിക്കോ, കാണാം. ഇങ്ങനെ ഒറ്റ അടിക്ക് കളഞ്ഞങ്ങ് കയറിയേക്കുക. ആനയുടെ വലിയ കാൽപ്പാടുകളൊക്കെ നമുക്ക് ഇവിടെ കാണാം. ഒരുപാട് ആനകൾ കയറി ഇറങ്ങിപ്പോയതിന്റെ പിണ്ടമടക്കം ഇവിടെയുണ്ട്. അതായത് ഇന്നലെ തന്നെ സംഭവിച്ചാണ്. അധിക സമയമായിട്ടില്ല. നമുക്ക് ഈ തെങ്ങ് നോക്കുമ്പോൾ തന്നെ കാര്യങ്ങൾ അറിയാം. ഇതൊക്കെ ആന ഒരച്ചു കളഞ്ഞ തൊലികളാണ്. ഇത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം ആന കൂട്ടമുയർത്തി ഈ തെങ്ങൊക്കെ കുലുക്കിയിട്ട കരിക്കുകളും നമുക്കിവിടെ കാണാൻ പറ്റും. ഈ രീതിയിലാണ് ഇവിടുത്തെ ഓരോ കാഴ്ചകളും. ആദ്യം ഇതിനകത്ത് മുഴുവനും കവുങ്ങും ഈ തെങ്ങുമായിരുന്നു. കവുങ്ങ് അങ്ങ് തീർന്നു തീറ്റ കഴിഞ്ഞപ്പോൾ തെങ്ങിനോട് തുടങ്ങി. തൊലിയെല്ലാം പൊളിച്ച് ആദ്യം തിന്നു. അത് കഴിഞ്ഞ് പിന്നെ മറിച്ച് അടിച്ചിട്ട് തിന്നു. പിന്നെ ഈ കൊക്കോയോട് തുടങ്ങിയിട്ട് ഒറ്റ കൊക്കോ വെച്ചേക്കില്ല. ഇത്രയും ദയനീയമാണ് പിണവൂർകുടിയിലെ കാഴ്ചകൾ. കാരണം വനം വകുപ്പിന്റെ വാഗ്ദാനങ്ങൾ ഒന്നും തന്നെ പാലിക്കപ്പെടുന്നില്ല എന്നതിന്റെ ഉത്തമ ഉദാഹരണമായി ഈ നാട് മാറുകയാണ്. ക്യാമറമാൻ മനോജ് മാടശ്ശേരിക്കൊപ്പം ബിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.